എല്ലാവർക്കും നമസ്കാരം. ഈ ആധുനിക യുഗത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ദൈവികമായ വിസ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദൈവികമായ വിസ്ഡം നമ്മൾക്കില്ല എങ്കിലത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ജീവിതം തകരും. ഒന്ന്. രണ്ടാമത്തത് നമ്മളുടെ പണം നഷ്ടമാകും. മൂന്നാമത്തത് നമ്മളുടെ സമയം നഷ്ടമാകും. നാലാമത്തത് കടുത്ത നിരാശയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദൈവികമായ വിസ്ഡം നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, കുറേ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഒരു വ്യക്തി എന്താണ്, പുള്ളിക്കൊരു ആഡംബര വാഹനം മേടിക്കുവാൻ വേണ്ടിയിട്ട്, ഒരു പാസ്റ്റർ പുള്ളിക്കൊരു ആഡംബര വാഹനം മേടിക്കുവാൻ വേണ്ടിയിട്ട് 18 ലക്ഷം രൂപ വിശ്വാസികളോട് ഇരക്കുന്നത് നമ്മൾ കാണുവാനായിട്ടിടയായി അല്ലേ. പുള്ളി പറഞ്ഞത് എന്താണ്, പുള്ളിക്ക് ഓൾറെഡി ഒരു പഴയ വാഹനമുണ്ട്, അത് വിറ്റ് കഴിയുമ്പോൾ കുറച്ച് ലക്ഷങ്ങൾ കിട്ടും, ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 18 ലക്ഷം കൂടി ഉണ്ടെങ്കിലേ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ആഡംബര വാഹനം വാങ്ങുവാനായിട്ട് പുള്ളിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിശ്വാസികളോട് ആരോടെങ്കിലും ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ്, പുള്ളിക്ക് 18 ലക്ഷം കൊണ്ട് കൊടുക്കണമെന്ന്. പിന്നെ ദൈവത്തിന് അതല്ലേ പരിപാടി. 18 ലക്ഷം ഈ പുള്ളിക്ക് കൊണ്ട കൊടുക്കാൻ വിശ്വാസികളുടെ ഹൃദയത്തിൽ തോന്നിക്കുകയാണ് ദൈവത്തിൻ്റെ പരിപാടി. ഇതൊക്കെ വിശ്വസിക്കുന്ന എന്താ പറയുക, വിശ്വാസികളെ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഈ പുള്ളിയൊക്കെ മഹാകള്ളനാണെന്ന് എന്തോരം അനുഭവങ്ങളിലൂടെ എന്തോരം ആൾക്കാർ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്ന എത്രയെത്ര എവിഡൻസുകൾ നമ്മളൊക്കെ കണ്ടതാണ്. എന്നിട്ടും ആ പുള്ളിയുടെയൊക്കെ കീഴിൽ പോയി ഇരിക്കുന്ന വിശ്വാസികളെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവികമായൊരു വിസ്ഡം പ്രാപിച്ചെടുക്കണമെന്ന്. ഇല്ല എങ്കിൽ ഈ പാസ്റ്റർമാർ, അതായത് ഇങ്ങനെയുള്ള ദ്രവ്യാഗ്രഹികളായ പാസ്റ്റർമാർ വളർന്നുകൊണ്ടിരിക്കും. വിശ്വാസികളുടെ ഗതി അധോഗതിയായി തീർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നഗ്നമായ സത്യം. ഇനി പുള്ളിയുടെ മുട്ടയെന്ന് വിരിയാത്ത കൊച്ചിനെ വരെ ഇറക്കിയിട്ടുണ്ട്. എങ്ങോട്ടാ? ആത്മീയ മേഖലയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇറക്കിയേക്കുന്നത്? ഇത്രയും നല്ലൊരു ബിസിനസ് എവിടെ ഇല്ല, വേറെ ഇല്ല. മേലനങ്ങാതെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു മേഖലയില്ല. അത് ഏറ്റവും നീരോട്ടമുള്ള ഒരു മേഖല ഏതാണ്? ആത്മീയ മേഖലയാണ്. അതുകൊണ്ട് മുട്ടയെന്ന് വരിയാത്ത കൊച്ചിനെയും കൂടി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, കെട്ടിയോളും ഭർത്താവും ഒക്കെ കൂടെ ഓരോ മീറ്റിങ്ങുകൾക്കുള്ള ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ കണ്ടതാണ്. അതിനകത്ത് രണ്ടുപേരും ഒരേ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ മാച്ചിങ് ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് ഇവർ നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് വേറൊരു ടീമുണ്ട്. അത് എറണാകുളത്തെ എന്താ പറയുക, അനുഗ്രഹങ്ങളുടെ ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. പുള്ളിയാണ് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഹോൾസെയിലായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പുള്ളിയുടെ ഒരു കാര്യം നമ്മൾ കേട്ടു. പുള്ളി എന്താണ്, 20% ആണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 10%. പുള്ളിയാണ്ട് പറഞ്ഞിരിക്കുന്നത് 20%. അതൊക്കെ പുള്ളിയുടെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. 20%. ഇനി അതിനകത്തും പുള്ളിനെ ന്യായീകരിക്കുന്ന കുറച്ച് വിവരമില്ലാത്ത വിശ്വാസികൾ, പുള്ളിയുടെ തന്നെ കുറച്ച് വിശ്വാസികൾ വന്ന് പറയുന്നുണ്ട്, പുള്ളി പറഞ്ഞിരിക്കുന്നത് 20% പാവങ്ങൾക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഈ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 10%. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിന് വിവരം വേണം, വചനത്തിനെക്കുറിച്ചുള്ള വിവരം വേണം, ദൈവം തരുന്ന വിസ്ഡം ഉണ്ടാകണം. അതില്ലാത്തവരിങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ അപ്പോഴാണ് ഈ പുള്ളിയുടെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവരുടെ കുറേ വീഡിയോസ് ഇങ്ങനെ നമ്മൾക്ക് സജഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളിയുടെ വീഡിയോസിനകത്ത് മുഴുവൻ, അതായത് എറണാകുളത്തെ ഹോൾസെയിൽ ബ്ലെസ്സിങ്സിൻ്റെ ഹോൾസെയിൽ കച്ചവടക്കാരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ എല്ലാം കുറേ നാളുകളായിട്ടുള്ള പുള്ളിയുടെ വീഡിയോകളിൽ മുഴുവൻ എന്താണ്, ഈ ടൈത്തിനെ കുറിച്ച്, ആഭരണം ഇടുന്നതിനെ കുറിച്ച്, പിന്നെ എന്താണ്, നിങ്ങൾക്ക് അനുഗ്രഹം വേണോ, സമൃദ്ധി വേണോ, അങ്ങനെയാകും, നിങ്ങൾ കൊടുക്കുക. ഇത് മാത്രമേ പുള്ളിയുടെ ഇതിനകത്തുള്ളൂ. ഞാൻ ഈ പുള്ളിനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഈ പുള്ളിയുടെ ചർച്ചിൽ പോകുന്ന ഒരു വിശ്വാസ കുടുംബത്തിനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു കുടുംബത്തോടെ ഞാൻ വ്യക്തമായി സംസാരിച്ചതാണ്. അവരുടെ സാഹചര്യങ്ങൾ എനിക്കറിയാം. അവർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ്. ഇവർ പോകുന്നത് ഈ പുള്ളിയുടെ സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഒത്തിരി വർഷങ്ങളായിട്ട് ഈ പുള്ളിയുടെ ഈ എറണാകുളത്തുള്ള ഈ ബ്ലെസ്സിങ്ങുകാരൻ്റെ സഭയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് കേട്ടോ. ഇന്ന് വരെ അവർ സ്നാനപ്പെട്ടിട്ടില്ല. ആ പുള്ളിക്കാരത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല. അവർക്കൊരു മോളുണ്ടായിരുന്നു. ആ മോള് ഒരു ദിവസം ഇവരുടെ ചർച്ചിൽ കയറി സാക്ഷ്യമൊക്കെ പറഞ്ഞതാണ്. സാക്ഷ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങി നെക്സ്റ്റ് ഡേയിലാണ് ആ കുഞ്ഞ് ഒരു എന്താ പറയുക, ഇവരുടെ കോളേജിൽ നിന്ന് ഇവർ കൂട്ടുകാരൊക്കെ കൂടെ പോയ ടൂറിനോ എന്താണ്ട്, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ചെറിയ വിശ്രമത്തിനെങ്ങാണ്ട് ഇവർ പോയപ്പോൾ ഒരു പുഴയുടെ തീരത്ത് പോയി അവിടെ നിന്ന് കാല് വഴുതി ഈ കുഞ്ഞ് ആ പുഴയിൽ വീണ് മരിക്കുവാനായിട്ട് ഇടയായി. ഓക്കെ, ഞാൻ എന്ത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ ചരിത്രമൊക്കെ, ആ കുഞ്ഞ് മരിച്ച കാര്യമൊക്കെ ഈ ആൻറ്റി എന്നോട് കണ്ണുനീരോടെ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ അമ്മ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞു. അപ്പോഴാണ് ഇന്ന ചർച്ചിലാണ് പോകുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വർഷമായിട്ട് നിങ്ങൾ സ്നാനപ്പെടാത്തത്? സ്നാനപ്പെടാനൊന്നും പുള്ളിക്കാരത്തേക്ക് തോന്നിയില്ല. വർഷങ്ങളായിട്ട് അനുഗ്രഹത്തിൻ്റെ ഹോൾസെയിൽ കടയിൽ പോയതാണ്.
കേട്ടോ. അവർക്ക് സ്നാനപ്പെടുവാൻ ഇതുവരെ തോന്നിയിട്ടില്ല. ഒന്ന് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ, തലേ ഞായറാഴ്ച ഈ കുഞ്ഞ്, ഈ പെൺകുട്ടി ഈ ചർച്ചിൽ കയറി, ഈ പുൾപ്പിറ്റിൽ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞതായി കുഞ്ഞ്. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുന്നതാണ്. നെക്സ്റ്റ് ഡേയിൽ തിങ്കളാഴ്ച ഈ കുഞ്ഞിൻ്റെ മരണം ഒന്ന് പ്രവചിക്കുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ലേ? ഈ അനുഗ്രഹത്തിൻ്റെ ഹോൾസെയിലുകാർക്ക് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവരിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ഒരു സഭയ്ക്കകത്ത്, അതാ ഞാൻ പറഞ്ഞത്, സഭയിലുള്ള അഭിഷിക്തൻ, അതായത് ഒരു സഭയെ നടത്തുന്ന അഭിഷിക്തൻ കൃപയുള്ളവനാകണം. അതല്ല എങ്കിൽ അതിനകത്ത് പോകുന്ന വിശ്വാസികൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. ഒരു കൃപയുള്ള അഭിഷിക്തനായിരുന്നെങ്കിൽ ആ പുള്ളിക്ക് വെളിപ്പെട്ട് കിട്ടുമായിരുന്നു. ഒന്നുമല്ല, ആ കുഞ്ഞ് സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ പുള്ളിയിൽ, ഈ ബ്ലെസ്സിങ്ങുകാരനിൽ വ്യാപരിക്കുന്നതെങ്കിൽ ആ സ്പോട്ടിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ഈ കുഞ്ഞിനെതിരെ ഇങ്ങനെ ഒരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ച കുഞ്ഞിനെ വിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല ഉള്ളത്, മാമോൻ്റെ സ്പിരിറ്റാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടപെടാനാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ആ പുള്ളിക്കാരത്തെയും കുടുംബവും ആ ചർച്ചിലോട്ട് ഇപ്പോൾ പോകാറുമില്ല. അവർ ഒരു ചർച്ചിലും പോകുന്നില്ല. അവർ ഹിന്ദു വിശ്വാസത്തിൽ തന്നെ അവർ ജീവിക്കുവാനായിട്ടിടയായി. എനിക്കൊന്നും അവരോട് പറയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അവരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എന്നെ കഴിഞ്ഞ് മുൻപേ ചർച്ചിൽ പോയി തുടങ്ങിയവരവർ. എന്നെ കഴിഞ്ഞും എന്താ പറയുക, മുൻപേ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിനെ കഴിഞ്ഞും മുൻപേ ആ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളായിരുന്നു അവർ സ്നാനപ്പെട്ടിട്ടില്ല. അവർക്കതിന് തോന്നിയിട്ടില്ല. അവരോട് ഞാൻ എന്തുപദേശം കൊടുക്കാനാണ്? അവരോട് ഞാൻ എങ്ങോട്ട് പോകാൻ പറയാനാ? അവരോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഒരു ദിവസം കുറച്ച് നാളുകൾക്ക് മുൻപേ, 1-2 വർഷങ്ങൾക്ക് മുൻപേ ആയി സംഭവം ഞാൻ അറിഞ്ഞ് അവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പോകുന്ന ഒരു ചർച്ചുണ്ട്, അതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ കൊടുത്ത് ഞാൻ പറഞ്ഞു ദേവദാസിനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരത്തെ ആ ദേവദാസിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അവരോട് വിവരിക്കുവാനായിട്ടിടെ ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്ററാണ്. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു പോയി, ഇന്ന് ജീവനോടെ ഇല്ല അദ്ദേഹം. ആ പാസ്റ്ററിനെ പോയി കണ്ടു. എന്നിട്ട് ഒറ്റ ഞായറാഴ്ച അവിടെ പോയുള്ളൂ. എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഇല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക്. പിറ്റത്തെ ദിവസം അവരൊരു ബേക്കറിയൊക്കെ നടത്തുന്നതാണ്. പിറ്റത്തെ ദിവസം എൻ്റെ കടയിൽ ഭയങ്കര കച്ചവടമായിരുന്നു. ആ പുള്ളിക്കാരത്തി പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം അന്ന് ഈ പുള്ളിക്കാരത്തി എവിടെ പോകുന്നുണ്ടായിരുന്നു? ഈ ബ്ലെസ്സിങ്ങുകാരുടെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ചർച്ചിലെ പുള്ളിനെ നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നത് ശരിയല്ലല്ലോ, അവരോട് പറയുന്നത് ശരിയല്ല അന്ന്. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവരോട് പറയാമായിരുന്നു എന്ന്. എനിക്കത് പറ്റിയില്ല. കാരണം അന്നത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. വേറൊരു ചർച്ചിലുള്ള വിശ്വാസത്തിന് വേറൊരു ചർച്ചിൻ്റെ ആടിനെ ഇങ്ങോട്ട് വലിക്കണ്ട എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവരോട് ആ ചർച്ചയിൽ, ഈ ചർച്ചിൽ പോകുകയെന്ന് ഞാൻ പറഞ്ഞില്ല. ഒറ്റ പ്രാവശ്യം ആ പാസ്റ്ററിനെ ഒന്ന് കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും ആ ദേവദാസൻ ഇന്ന് ജീവനോടെ ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാനൊരു 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് സഹോദരീനെ വീണ്ടും ഞാൻ കാണുവാനായിട്ട് ഇടയായപ്പോഴാണ് ഞാൻ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ അവർ ഒരു ബ്ലെസ്സിങ്ങുകാരൻ്റെ അടുത്ത് പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. അവർ സ്വസ്ഥം ഗ്രഹഭരണം അവരുടെ കാര്യങ്ങളുമായിട്ട് അവർ മുൻപോട്ട് പോവുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊരു സഭയിലോട്ടൊരു വിശ്വാസി വരുമ്പോൾ വർഷങ്ങളായിട്ടും ഒരു വ്യക്തിക്ക് സ്നാനപ്പെടണമെന്ന് തോന്നുന്നില്ല എങ്കിൽ അവിടെ എന്താത്മാവാണ് വ്യാപരിക്കുന്നത്? അത് നിങ്ങളൊന്ന് പറ. വർഷങ്ങളൊരു സഭയിൽ പോകുന്ന വ്യക്തിക്ക് സ്നാനപ്പെടുവാൻ തോന്നുന്നില്ല എങ്കിൽ ആ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരു സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. ഇതൊന്നുമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഇതുകൂടാതെ ഈ പുള്ളിയുടെ, അതായത് ഈ ബ്ലെസ്സിങ്കാരൻ്റെ അവിടെയുള്ള കമൻറ്റുകളൊക്കെ ഇങ്ങനെ ഞാൻ വായിക്കുകയാണ്. അപ്പോഴാണ് ഓരോരുത്തരും അവിടെ ഇയാളുടെ ഓരോ ചരിത്രങ്ങൾ ആ സഭയിൽ പോകുന്നവർ തന്നെ എഴുതി വെച്ചിരിക്കുക. ഇയാളൊരു വലിയ ആഡംബര വീട് പണിതു, എറണാകുളത്തെ വലിയൊരു ആഡംബര വീട് പണിതു, ആഡംബര ബംഗ്ലാവ് പണിതു. അപ്പോൾ 4 കണ്ടെയ്നർ നിറച്ചും സാധനങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ ആഡംബര വസതി പണിതത്. 4 കണ്ടെയ്നർ നിറച്ചും സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇറക്കിയിട്ടാണ് ഈ പുള്ളി എന്ത് ചെയ്തത്? ആഡംബര ബംഗ്ലാവ് പണിതിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വലിയ ആഡംബര ബംഗ്ലാവ് പണിയുവാനും ഇത്രയും വലിയ ആർഭാടമായിട്ട് മകളുടെ വിവാഹം നടത്തുവാനും, പിന്നെ ഈ പുള്ളിയുടെ ചരിത്രം എടുത്താൽ ഈ പുള്ളി എറണാകുളത്തുള്ള ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ പോകത്തുള്ളൂ, വേറൊരു ഹോസ്പിറ്റലിലും പോകത്തില്ല. പിന്നെ പകൽ പുള്ളി പുറത്തിറങ്ങിയെന്നാണ് പറയണം. അത് ആ ചർച്ചിലുണ്ടായിരുന്ന ഒരു പാസ്റ്ററും, ഇപ്പോൾ അവർ ആ ചർച്ചിലല്ല, ആ ചർച്ചിലുണ്ടായിരുന്ന ഒരു പാസ്റ്ററും ഭാര്യയുമാണ് പറഞ്ഞത്, ഈ പുള്ളി രാത്രി മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ, പകലൊന്നും പുറത്തിറങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ എനിക്ക് ചോദിക്കുവാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്,
ഇത്രയും വലിയ ആഡംബര വിവാഹം നടത്തുവാനും ഇത്രയും വലിയ ആഡംബരമായിട്ട് ജീവിക്കുവാനും ഇത്രയും വലിയ ആഡംബര ഡ്രസ്സുകൾ ധരിക്കുവാനും ഇത്രയും വലിയ ആഡംബര ഭവനം പണിയുവാനും നിങ്ങൾക്കൊക്കെ എന്താണ് ജോലി? നിങ്ങളുടെ എന്താ പറയുക, ഒക്യുപ്പേഷൻ എന്താണ്? എന്താ ജോലി? ഒരു ജോലിയില്ല. സുവിശേഷം വിറ്റ് ജീവിക്കുക, അതാണ് ജോലി. എന്ന് വെച്ചാൽ ആ ചർച്ചിനകത്ത് അല്ലെങ്കിൽ ചർച്ചിന് വെളിയിലുള്ളവരൊക്കെ ഇവർക്ക് കൊടുക്കുന്ന സാമ്പത്തികം, അതല്ല എങ്കിൽ മറ്റെന്തോ വിധത്തിൽ ഇവർ ഒപ്പിക്കുന്ന സാമ്പത്തികം, ഇതാണ് ഇവരുടെ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സഭയ്ക്കകത്ത് ഒരു വിശ്വാസി കൊണ്ടയിടുന്ന പൈസ എന്ന് വെച്ചാൽ ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും? ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ടാകും, അല്ലേ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്തവരുണ്ടാകും, ഹോസ്പിറ്റലിൽ പോകുവാൻ പൈസ ഇല്ലാത്തവരുണ്ടാകും. ഇവരൊക്കെ എന്താണ് അതിനകത്ത് കൊണ്ടിടുക? ആ പൈസ എടുത്തിട്ടാണ് ഇവർ ബ്യൂട്ടി പാർലറിൽ കയറുന്നത്. അമ്മയും മക്കളും എല്ലാം ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്നത്. ആ പൈസ എടുത്തിട്ടാണ് ഇവർ ആഡംബരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും. ആ പൈസ എടുത്തിട്ടാണ് ഇവർ ആഡംബര വാഹനങ്ങൾ മേടിക്കുന്നത്. ആ പൈസ എടുത്തിട്ടാണ് ഇവർ ആഡംബരമായ വസതികൾ പണിയുന്നത്. മക്കളുടെ വിവാഹങ്ങൾ ആഡംബരമായിട്ട് നടത്തുന്നത്. ലക്ഷങ്ങളുടെ വാഹനത്തിന് ആൾക്കാരുടെ അടുത്ത് തെണ്ടാനിറങ്ങുന്നത്. ഇനി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇവരുടെയൊക്കെ സഭകളിൽ ഇങ്ങനെ, ഇവിടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ ബാംഗ്ലൂർ, അതുപോലെയുള്ള ഹൈദരാബാദ്, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെഗാ ചർച്ചുകളുണ്ട്. മലയാളികളുടേതും അല്ലാത്തതുമായ മെഗാ ചർച്ചുകളുണ്ട്. ഈ മെഗാ ചർച്ചുകൾക്കൊക്കെ ഒരുപാട് വരുമാനങ്ങളുണ്ട്. ഇനി ഈ മെഗാ ചർച്ചുകളുടെയൊക്കെ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികൾക്കകത്ത് അല്ലെങ്കിൽ ഈ പാസ്റ്റർ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വിശ്വാസി ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ ഉള്ളത്? ഹയർ ലെവലിലുള്ള അച്ചായമാരും അമ്മാമ്മമാരും ഉള്ളൂ. പക്ഷെ ഇവിടെ പോകുക ആര്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വിശ്വാസി ഇവരുടെ പുറകെ പോകുക. ഇവരെ ഒന്നും ഈ മെഗാ ചർച്ചുകാരും ഒന്നും എന്താണ് ഈ പാവപ്പെട്ട വിശ്വാസികളെ മൈൻഡ് പോലും ചെയ്യാറില്ല. ഇവർ പ്രാർത്ഥിക്കുവാൻ ചെന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനുമില്ല. ഇവരെയും കൊണ്ട് സാക്ഷ്യവും പറയിപ്പിക്കത്തില്ല. അതൊക്കെ വലിയ വലിയ ഹയർ ലെവലിലുള്ളതേ പറയിപ്പിക്കത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇതിൻ്റെ പെന്തക്കോസ്തിൻ്റെ ചരിത്രം മാത്രമൊന്നുമല്ല, മറ്റേ കത്തോലിക്ക സഭകളിലും അങ്ങനെ തന്നെയാണ്. അവിടെയും കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ വലിയ ടീമുകളെയാണ്. പാവപ്പെട്ടവരൊന്നുമില്ല കേട്ടോ. പാവപ്പെട്ടവരെ ഒന്നും ഉൾപ്പെടുത്തിയല്ല. ഇതൊക്കെ വലിയ വലിയ ആൾക്കാരെയാണ് ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ കത്തോലിക്കരെയും അല്ലെങ്കിൽ ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും പെന്തക്കോസ്തുകാരെയും എടുത്താൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഇതര ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ഒരു വിവരവും ബുദ്ധിയുമുണ്ട്. കാരണം അവർ പാസ്റ്ററിനെ അല്ലെങ്കിൽ അവരുടെ അച്ഛനെയോ മെത്രാനെയോ അത്ര വലിയ ദൈവമായിട്ടൊന്നും അവർ ആരാധിക്കത്തൊന്നുമില്ല. അവരവരുടെ കുടുംബം, അവരുടെ ജീവിതം സേഫ് ആക്കിയിട്ടുള്ള കളിക്കൊക്കെ അവർ നിൽക്കത്തുള്ളൂ. പള്ളിയിലൊക്കെ അച്ഛന്മാർ പിരിവിനിങ്ങനെ നടക്കും, കൊടുക്കും എന്ന് വെച്ചാൽ ഇവർ മുഴുവൻ അങ്ങ് കമത്തി കൊടുക്കത്തൊന്നുമില്ല. എന്നാൽ പെന്തക്കോസ്തുകാരുടെ ചരിത്രം അങ്ങനെയല്ല. നിൻ്റെ വീട്ടിൽ ആഹാരമില്ലെങ്കിലും നീ കൊണ്ടേ അങ്ങോട്ട് ഇട്ടിട്ട് നിനക്ക് വല്ലതും തിരിച്ചു കിട്ടിയോ? നീ പോകുന്ന ചർച്ചിൽ നിൻ്റെ പാസ്റ്ററിൻ്റെ ലെവൽ ഉയർന്നുകൊണ്ടേയിരിക്കും, നിൻ്റെ ലെവൽ താഴ്ന്നുകൊണ്ടേയിരിക്കും. അതല്ലേ ഒന്ന് ശോധന ചെയ്യും. എന്നാൽ എല്ലാ സഭകളിലും അങ്ങനെയല്ല. ചില സഭകളിലുണ്ട്. ചില സഭകളിൽ എന്താ പറയുക, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എത്തപ്പെട്ട വിശ്വാസികൾ ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ട്. അതൊക്കെ അവരെ ദൈവം അനുഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഒട്ടുമിക്ക സഭകളിലും 99% പെന്തക്കോസ്ത സഭകളിലെയും അവസ്ഥ നേരെ വിപരീതമാണ് കേട്ടോ. പാസ്റ്റർമാരൊക്കെ അങ്ങ് വളരുവാണ്. അവർക്കെല്ലാ ആഡംബര സുഖസൗകര്യങ്ങളുമുണ്ട്. വിശ്വാസികളുടെ അവസ്ഥ ദയനീയമാണ്. എത്ര മെഗാ ചർച്ചുകളുടെ ചരിത്രങ്ങൾ എനിക്കറിയാമെന്നറിയാമോ? എത്ര മെഗാ ചർച്ചുകളിനകത്ത് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന അമ്മമാരുണ്ടെന്നറിയാമോ? അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്ത അമ്മമാരുണ്ടെന്നറിയാമോ? ഇവരെയൊക്കെ പേരിനെ സഹായിക്കുന്ന മെഗാ ചർച്ചുകളുമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഒരിക്കൽ അവരുടെ അടുത്ത് കരം നീട്ടുവാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും അവരുടെ അടുത്ത് പോകത്തില്ല. കാരണം എന്താണെന്നറിയാം, അതുപോലെ അവരുടെ മനസ്സ് വിഷമിപ്പിച്ചുവിടും. എനിക്കറിയാം ഒരു വലിയ മെഗാ ചർച്ചിൽ, കേരളത്തിന് വെളിയിലാണ് ഒരു മെഗാ ചർച്ചിൽ, ആ ചർച്ചിലെ ഒരു പാസ്റ്റർ, പുള്ളി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു പാസ്റ്റർ, അവിടുത്തെ ഒരു ശുശ്രൂഷക്കാരനായ പാസ്റ്റർ. അപ്പോൾ പുള്ളി അവിടുത്തെ മെയിൻ പാസ്റ്ററുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവിക്കുവാനായിട്ടുള്ള സമയമായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒട്ടനെ ഈ മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഇത് ആദ്യം ആലോചിച്ചില്ലായിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞു വയറ്റിൽ ഉണ്ടാകുന്നതിന് മുൻപേ ആലോചിച്ചില്ലായിരുന്നു എന്ന്, കൈ പൈസ ഇല്ലെന്ന് ഓർത്തില്ലായിരുന്നു എന്ന്.
എന്നിട്ട് അതിനെ കഴിഞ്ഞ് വലിയ തമാശ എന്താണെന്നറിയാമോ, ആ കുഞ്ഞ് പിന്നെ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പ്രവചനങ്ങളുടെ കൂട്ടപ്പെരുമഴയാണ്. വരുന്നവനും പോകുന്നവരും വല്ല പ്രവചനം. ഇത് വാക്തത്വ സന്തതിയാണ്. എടേ, വാക്തത്വ സന്തതിക്കൊന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനൊന്നൊരു ജന്മം കൊടുക്കാൻ ഒരു ഇച്ചിരി പൈസ ഇവരോടൊന്ന് ചോദിച്ചതാണ്. അതിന് ഇങ്ങനത്തെ മറുപടിയാണ് കൊടുത്തത്. അവരുമൊക്കെ ഇന്ന് ഹോൾസെയിൽ കച്ചവടക്കാരാണ്. ദൈവത്തെ ഹോൾസെയിലായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളത്. ഇപ്പോൾ അവർക്ക് മാനസാന്തരം വന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് അങ്ങോട്ട് പറഞ്ഞതാണ്. അതുപോലെ മെഗാ ചർച്ചുകളിൽ പാസ്റ്റർമാരുണ്ട്. ചില പാസ്റ്റർമാരുണ്ട്. ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, എറണാകുളത്തെ ഹോൾസെയിൽ ബ്ലെസ്സിങ് ഹോൾസെയിലുകാരനുണ്ടല്ലോ. അപ്പോൾ പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പുള്ളിക്കാരത്തെ അവിടെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. ആ പുള്ളിയുടെ പേര് തന്നെ ദീപു എന്നോ അങ്ങനെ എങ്ങാണ്ട. ആ പുള്ളി അതിലും വലിയ ടോർച്ചറിങ് ആണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇങ്ങനെ തായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്ന് വെച്ചാൽ ബ്ലെസ്സിങ്ങിൻ്റെ ഹോൾസെയിലുകാരൻ ചെയ്യുന്നതല്ലേ പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് പറഞ്ഞു. ഇനി ചില മെഗാ ചർച്ചുകളിൽ പാവപ്പെട്ട പാസ്റ്റർമാരുണ്ട്. ഇവർ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ആ വിശ്വാസിയുടെ വീട്ടിൽ പോകുന്നു ഈ വിശ്വാസിയുടെ വീട്ടിൽ പോകുന്നു, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, സകല ചുറ്റിക്കെട്ട് കേസുകൾക്കും പോകുന്നത് ഈ പാവപ്പെട്ട ദൈവദാസന്മാരാണ്. എന്നിട്ട് 5 പൈസ ഇവർക്ക് കൊടുക്കുകയില്ല. അതിനിവർ പറയുന്നത് എന്താണെന്നറിയാവോ, നമ്മുടെ സഭ അങ്ങനെ കൊടുക്കത്തില്ല, നമ്മുടെ പൈസ മുഴുവൻ എങ്ങോട്ടാ, നോർത്തത്തിലോട്ട് ഉണ്ടാക്കാൻ കൊണ്ടുപോകും. എടാ, ആദ്യം നിൻ്റെ സഭയിലുള്ളവനെ ഒന്ന് നന്നാക്ക്, അവനൊന്ന് കഞ്ഞി കുടിക്കട്ടെന്നേ ശരിക്കും, എന്നിട്ട് പോരെ നോർത്ത് ഇന്ത്യയിലോട്ട്. അവനവൻ്റെ സഭയ്ക്കകത്തുള്ളത് എന്ന് വെച്ചാൽ സ്വന്തം വീടിനകത്തെ ദാരിദ്ര്യം തീർത്തിട്ട് പോരെ നോർത്ത് ഇന്ത്യയിലോട്ട് ഉണ്ടാക്കാൻ. അങ്ങനത്തെ ടീമുകളുണ്ട് ഇന്ന് മെഗാ ചർച്ചുകളിൽ. അവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്ന പാസ്റ്റർമാർക്ക് 5 പൈസ കൊടുക്കില്ല. പോട്ടപ്പോൾ ഉള്ളവർക്ക് കൊടുക്കണ്ട. എന്നാൽ ഇല്ലാത്ത പാസ്റ്റർമാരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു കൈമടക്ക്. അവർ പോകണം, എല്ലായിടത്തും ഓടണം. കാരണം ഈ മെഗാ പാസ്റ്റർമാരെ വിളിക്കുമ്പോൾ ഇവർ വിടുന്നത് ഇവരെയാണ്, ഈ പാവപ്പെട്ട പാസ്റ്റർമാരെ വിടുന്നത്. ഉള്ള വള്ളിക്കെട്ട് കേസുകൾക്ക് മുഴുവൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ പുള്ളിയാണ്. എന്നിട്ട് അവസാനം ഇവരുടെ ഭാര്യമാർ, എനിക്കറിയാം ചില ലേഡീസിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഈ ഇങ്ങനെയുള്ള പാവപ്പെട്ട ദേവദാസന്മാരുടെ ഭാര്യമാരുണ്ട്. എന്നിട്ട് ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കുഞ്ഞുങ്ങൾക്ക് സുഖമില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുവാൻ പൈസയില്ല, കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ പൈസയില്ല, പ്രാർത്ഥിക്കണേ. കെട്ടിയവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടി നടക്കുക. ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന ദൈവവേല? ഇതൊക്കെയാണോ ദൈവം കാണിച്ചു തന്ന മാതൃക? ഓർക്കുക, യേശുക്രിസ്തുവിൻ്റെ കൂടത്തിൽ നടന്ന ശിഷ്യന്മാർ അല്ലേ, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പത്രോസ് പറഞ്ഞു, കർത്താവേ ഇതടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, പൈസയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു കേട്ടോ, പത്രോസ് നീ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ എനിക്കും കൂടെ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാനാണോ കർത്താവ് പറഞ്ഞത്? അല്ല, കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ആ മീനിൻ്റെ വായിലുള്ള ആ ഒരു പണം ആര് കണ്ടിരുന്നു? തമ്പുരാൻ കണ്ടിരുന്നു. എന്നിട്ട് തമ്പുരാന് വേണ്ടി മാത്രം അടയ്ക്കാനാണോ പറഞ്ഞത്? അല്ല, എനിക്കും നിനക്കും വേണ്ടി പോയിട്ട് അടയ്ക്കാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കൂട്ടത്തിലുള്ളവനെ താങ്ങുന്നവനായിരുന്നു കർത്താവ്. അതാ ദൈവം കാണിച്ചു തന്ന മിനിസ്ട്രി. ഇന്നത്തെ മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർമാർ എന്ത് മിനിസ്ട്രിയാണ് ചെയ്യുന്നത്? വിശ്വാസികൾ കൊണ്ടിടുന്ന പൈസ കൊണ്ട് സൂട്ടും കൂട്ടുമിട്ട് ഒരുപാട് ആഡംബരത്തിൽ അവർ ജീവിക്കും. കൂട്ടത്തിലുള്ള വിശ്വാസികളെയും ഗവനിക്കത്തില്ല, കൂട്ടത്തിലുള്ള പാസ്റ്റർമാരെയും ഗവനിക്കത്തില്ല. അവർ പിന്നെ ഇങ്ങനെ തെണ്ടി നടന്നോണം. വിശ്വാസികളുടെ വീട്ടിലൂടെ അവർ പോലും അറിയാതെ തെണ്ടി നടന്നോണം. ഇവരൊക്കെയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ഹോൾസെയിലുകാർ. ഇവരാണ് ഇനി ഇന്ത്യ പിടിക്കുവാനായിട്ട് പോകുന്നത്. ഇവരുടെയൊക്കെ കീഴിൽ പോയിരിക്കുന്ന വിശ്വാസികളോട് പറഞ്ഞാൽ മതി. കാരണം ഇവർ എന്താ പറയുക, വില കൽപ്പിക്കുന്നത് അവിടെയുള്ള പണക്കാർക്ക് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവനും അവിടെ പോയിരിക്കും. എന്തിനാന്ന് അവർക്ക് പോലും അറിയത്തില്ല. അവർക്കൊന്നും ഒരു വിലയുമില്ല. ആ സഭകളിൽ, അങ്ങനത്തെ സഭകളിൽ അവർക്കൊന്നും ഒരു വിലയുമില്ല. എന്നാലും ഇവർ പോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ പുള്ളി ഒരു സഭകളിലും പോകുന്നില്ല. പുള്ളി ഭയങ്കര കോടീശ്വരനാണ്. പുള്ളി ഒരു സഭകളിലും പോകുന്നില്ല. പുള്ളി വീട്ടിലിരുന്ന് ആരാധിക്കുക. എന്നാൽ പുള്ളി എന്നോട് പറഞ്ഞു, ഈ പുള്ളി എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്തുള്ള ഒരു സഭ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സഭ. ആ സഭയെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ ആ സഭയിൽ പോയി കൂടെ? അന്നേരം ഈ പുള്ളി പറയാം, പുള്ളി അവിടുത്തെ ആൾദൈവമാണ്, പുള്ളിനെ കാണണമെങ്കിലൊക്കെ ഭയങ്കര ചട്ടമാണ്. എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റൊക്കെ എടുത്തിട്ടൊക്കെ പുള്ളിനെ, ഒരു ചെറുപ്പക്കാരൻ്റെ വേറൊരു സഭ, പുള്ളി അവിടുത്തെ ആൾദൈവമാണ്. ഈ ആൾദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹോൾസെയിൽ നമ്മുടെ മൊത്തക്കച്ചവടം നടത്തുന്ന, ഏതായത് അനുഗ്രഹത്തിന് മൊത്തക്കച്ചവടം നടത്തുന്ന പുള്ളിയുടെ മകളുടെ കല്യാണത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ ആൾദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള സകലരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൈ വെക്കുന്നതും കണ്ടു ആ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും തലയിൽ. മൊത്തത്തിൽ അനുഗ്രഹം കൊടുക്കുന്നതും കണ്ടു.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇനിയുമുള്ള വിശ്വാസികളോട് പറയട്ടെ, ഈ ബ്ലാക്ക് മെയിലിങ്ങിൽ നിങ്ങൾ വീഴരുത്. നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് വാരി കോരി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നും, ഇങ്ങോട്ട് കിട്ടും. അത് ദൈവത്തിൻ്റെ എന്താ പറയുക വചനപ്രകാരം കൊടുക്കണം. പാസ്റ്ററിന് ആഡംബര ജീവിതം നയിക്കുവാൻ കൊടുക്കാനല്ല നിങ്ങളോട് പറഞ്ഞത്. എങ്ങോട്ടാ പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് 10% കൊടുക്കാൻ പറഞ്ഞത് എങ്ങോട്ടാ? ആലയത്തിൽ കൊടുക്കുക. ആലയത്തിൽ എന്തിനാ? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിന്റെ ദശാംശം മുഴുവൻ ആലയത്തിലോട്ട് കൊണ്ടുവരുവാനാണ് പറഞ്ഞു. ഈ ആലയത്തിലെ ആഹാരം എന്ന് പറഞ്ഞത് പാസ്റ്ററിന് മാത്രമുള്ളതാണോ? അല്ല, അത് വിശ്വാസികൾക്കും കൂടി ഉള്ളതാണ്. പാവപ്പെട്ട വിശ്വാസികളെ ചേർത്ത് പിടിക്കണം. ഇതൊക്കെയാണ് പഴയ നിയമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അത് മുക്കി പിടിച്ചുകൊണ്ട് നടക്കുക. പുതിയ നിയമത്തിലോട്ട് ഓക്കെ കൊടുക്കണപ്പം നല്ല സഭകളിൽ വിശ്വാസികളെ കരുതുന്ന അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, വിശ്വാസികൾക്ക് ഒരു കഞ്ഞിയും പയറുമെങ്കിലും കൊടുക്കുന്ന സഭകളുണ്ടല്ലോ. അതെങ്കിലും കൊടുത്തുകൂടെ? ചില മെഗാ ചർച്ചുകളിൽ ഗ്രാൻഡ് ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ നടക്കും. എന്നിട്ട് അവസാനത്തെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെയും തെണ്ടുക. സഭയ്ക്ക് കുന്നുകൂട്ടി വരുമാനം ഉണ്ടെങ്കിലും തെണ്ടല. ഇത് എന്തിനായി സമ്പത്ത് സഭയ്ക്കകത്തോട്ട് വരുന്നത്? നിന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകാനാ. ഈ ഭക്ഷണം മാത്രമാണോ? കഞ്ഞിയും പയറിൻ്റെ ചരിത്രം മാത്രമാണോ? അല്ല. അവിടെ വരുന്ന വിധവകളുണ്ട്, അവിടെ വരുന്ന പാവപ്പെട്ടവനുണ്ട്, പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ സഹായിക്കണം. ഹോസ്പിറ്റലിൽ പോകാൻ വകുപ്പില്ലാത്തവരുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. അതിന് ആലയത്തിനകത്തോട്ട് പൈസ വരേണ്ടത്. അല്ലാതെ പാസ്റ്ററിൻ്റെ ആഡംബര ജീവിതത്തിന് പൈസ കൊടുത്തിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നും ഏതെങ്കിലും പൊട്ട വിശ്വാസി കരുതുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയാണെന്ന് തിരിച്ചറിയുക. വർഷങ്ങളായില്ലേ പോകാൻ തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യും. എവിടെ എത്തി നിൻ്റെയൊക്കെ ആത്മീയത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഭൗതികത്തിൻ്റെ ലെവൽ എവിടെ എത്തി? എനിക്കൊരു ആൻറ്റീനെ അറിയാം, ഇവിടെയല്ല കേരളത്തിന് വെളിയില്ല, ഒരു മെഗാ ചർച്ചിലെ മെമ്പറാണ്. വർഷങ്ങളായിട്ട് ആ സഭ തുടങ്ങിയപ്പോൾ തൊട്ട് അവിടെ പോകുന്നത്. ഈ ആൻറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയും എന്താ പറയുക ഉപവാസവും ഒക്കെയാണ്. എല്ലാ ദിവസവും ഉപവസിക്കുന്ന ആൻറ്റിയാണ് കേട്ടോ. ഈ ആൻറ്റിയുടെ കയ്യിൽ 1 രൂപ കിട്ടിയാൽ അത് മുഴുവൻ ആൻറ്റി ആർക്ക് കൊടുക്കും? ദൈവദാസന്മാർക്ക്, പാവപ്പെട്ട ദൈവമക്കൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റിയുടെ മക്കളൊക്കെ നല്ല നിലയിലെത്തി. പക്ഷേ ആ മക്കളെ കൊണ്ട് ആൻറ്റിക്ക് ഒരു ഉപകാരമില്ല. ഒരു 5 പൈസ ഈ ആൻറ്റിക്ക് കൊടുക്കത്തില്ല. പകരം അങ്കിളിൻ്റെ പെൻഷൻ, അങ്കിളിന് ഒരു ജോലി ഉണ്ടായിരുന്നു, അങ്കിളിൻ്റെ പെൻഷൻ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ അങ്കിളിൻ്റെ പൈസയും കൂടെ ഇവർ മേടിച്ചെടുക്കുകയേ ചെയ്യത്തുള്ളൂ. ഞാൻ കണ്ണുകൊണ്ട് എനിക്ക് അറിയാവുന്ന ചരിത്രമാണ് പറയുന്നത്. ഈ ആൻറ്റി ഇത്രയും കൊടുത്തിട്ട് ഈ ആൻറ്റി ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ പോകുന്ന സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ആ സഭയ്ക്ക് നമ്മൾ കൊടുക്കണം. ആ ദൈവദാസനെ നമ്മൾ കൊടുക്കണം. കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഈ കൊടുക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ മുഴുവൻ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാനല്ല. നിൻ്റെ കുടുംബവും പോറ്റണം, നിൻ്റെ മക്കളെയും പോറ്റണം, നിൻ്റെ കുടുംബവും പണിയപ്പെടണം. നിനക്കും വേണം വാഹനം, നിനക്കും വേണം വസ്ത്രം, നിനക്കും വേണം ഭക്ഷണം, നിനക്കും വേണം വീട്, നിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം ഭാവി. ഇതൊക്കെ ചിന്തിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അതുകൊണ്ട് നല്ല സഭകളെ തിരഞ്ഞെടുക്കുക. അത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നല്ല സഭകളെ തിരഞ്ഞെടുക്കുവാൻ വിശ്വാസിയെ ഇനിയെങ്കിലും നീ പഠിച്ചിട്ടില്ല എങ്കിൽ നിൻ്റെ ജീവിതം ഇങ്ങനെ തകർന്ന് 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 തരിപ്പണമായി പോകത്തേ ഉള്ളൂ. ഒരു ലെവലിലും എത്താതെ പോകും. കാരണം ഓർക്കുക, ഇവരെ പാസ്റ്റർമാരെ മാത്രം അനുഗ്രഹിക്കുന്ന ദൈവമാണോ നമ്മളുടെ ദൈവം? അങ്ങനെയാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? പാസ്റ്റർമാരെ മാത്രം അനുഗ്രഹിക്കുക, വിശ്വാസികൾക്ക് ഒരനുഗ്രഹവുമില്ലേ? വിശ്വാസികളും അനുഗ്രഹിക്കപ്പെടണം, പാസ്റ്റർമാരും അനുഗ്രഹിക്കപ്പെടണം. അല്ലാതെ ഇങ്ങനെ ഈ പാസ്റ്ററിൻ്റെ ആഡംബര ജീവിതം നയിക്കുന്ന ആഡംബരത്തിന് വേണ്ടി നിൻ്റെ പൈസ ചെലവഴിക്കല്ലേ. അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇന്ന് നീ ഉള്ളത് കൊണ്ട് നീ കൊടുക്കും. നീ വിചാരിക്കും അയ്യോ പ്രശ്നമൊന്നുമില്ല എന്ന്. നാളെ നീ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. ഒത്തിരി പേരുടെ ചരിത്രം എനിക്കറിയാം. ഒത്തിരി പേരുടെ ഇങ്ങനെ കൊടുക്കലുകാർ പാസ്റ്റർമാർക്കും സഭയ്ക്കും വാരിക്കോരി കൊടുത്തിട്ടും ഇന്നൊന്നുമില്ലാതായിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രം കൊടുക്കുക. ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് നിൻ്റെ ദശാംശം ആലയത്തിൽ കൊടുക്കുക. വചനം പഠിപ്പിക്കുന്നവന് കൊടുക്കുക. ആ പാസ്റ്ററുടെയൊക്കെ ലെവൽ നോക്കി കൊടുക്കുക. ഒന്നുമില്ലാത്ത ദേവദാസന്മാരാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അവർക്ക് നല്ല സെറ്റപ്പ് ഉള്ളവരാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ കൊടുത്താൽ മതിയെന്നേ. പിന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും അല്ലേ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മളവരെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടത് നമ്മൾ കൊടുത്തു വിടണം. അത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി അവർ വരുന്നതാണ്. മക്കളുടെ വിവാഹത്തിനോ ഫ്യൂണറലിനോ എന്തിനെങ്കിലും ആകട്ടെ, അവരെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ അവർക്ക് വേണ്ടുന്നത് നമ്മൾ കൊടുത്തു വിടണം. അത് നമ്മളുടെ മര്യാദയാണ്. അതല്ലാതെ ചുമ്മാ പാസ്റ്ററിനെ കാണുമ്പോൾ അങ്ങ് പാസ്റ്ററിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന വിശ്വാസിയെ ഇന്ന് നീ വിചാരിക്കും കുഴപ്പമില്ലെന്ന്. നാളെ നിൻ്റെ സാമ്പത്തികം മുഴുവൻ അടയപ്പെടും. യാതൊരു തർക്കവുമില്ല. നാളെ നിനക്കൊരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ബുദ്ധിപൂർവ്വം നമ്മൾ നീങ്ങേണ്ടതാണ്. നമ്മളുടെ കുടുംബവും പോറ്റണം, നമ്മളുടെ കുടുംബവും ജീവിക്കണം. അവരുടെ കുടുംബം മാത്രമല്ല നമ്മൾക്കും ജീവിക്കണം, നമ്മളുടെ കുടുംബത്തിനും ജീവിക്കണം. ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുവാനുള്ളൊരു വിസ്ഡം
അത് നമ്മൾക്കുണ്ടാകണം. ഇന്നെന്താണെന്നറിയാമോ, ആൾക്കാരെ മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുക. മറ്റു പാസ്റ്റർമാർക്കെതിരെ പറയരുത്, അച്ഛന്മാർക്കെതിരെ പറയരുത്, കൊടുത്തില്ലെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചേക്കുക. അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന കെട്ടിനെ ദൈവം ഒന്ന് അഴിക്കണമേ, എന്നിട്ട് അങ്ങയുടെ വിസ്ഡം എനിക്കൊന്ന് തരണമേ, അങ്ങയുടെ ജ്ഞാനം എനിക്കൊന്ന് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം അത് നമ്മൾക്ക് തരും. എന്നിട്ട് നമ്മൾക്ക് വേണ്ടി കൂടി ഒന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാലേ വിശ്വാസികളുടെ ജീവിതവും ഒന്ന് മെച്ചപ്പെടത്തുള്ളൂ കേട്ടോ. അതല്ല എങ്കിൽ അവർ വളരും, നീ തളരും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.